പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, മക്കളോട് പറയുകയാണ്, യാ ബനിയ, എന്റെ മക്കളെ, നിങ്ങൾ 11 പേര് ഒന്നിച്ച് മിസ്റിലേക്ക്, ആ പട്ടണത്തിലേക്ക് കയറുമ്പോൾ, മിസ്റിലെ കൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, നിങ്ങളെല്ലാവരും ഒന്നിച്ചു ഒരേ കവാടത്തിലൂടെ കയറരുതേ. അക്കാലത്ത് മിസ്റിലേക്ക് കയറാൻ 4 കവാടങ്ങളുണ്ട്. ഇമാം റാസി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 കവാടങ്ങളുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു തന്റെ മക്കളോട്, യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു ഒരേ കവാടത്തിലൂടെ കയറാൻ പാടില്ല. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ, നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കയറണം. നിങ്ങൾ 11 പേര് ആരോഗ്യ ദൃഢഗാത്രരായ എൻ്റെ ഈ പൊന്നും മക്കള് എല്ലാരും കൂടെ ഒന്നിച്ചു ഒരു കവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് കയറരുത്. മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്, ലമ്മാ അസമു അലൽ ഖുറൂജി ഖശിയ അലൈഹിമുൽ ഐന, പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിനിയാമീനെ അവരുടെ കൂടെ പറഞ്ഞു വിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തന്റെ 11 മക്കളെയും അതാ മിസ്റിലെ അധികാരിയുടെ കൊട്ടാരത്തിലേക്ക്, രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ 11 മക്കൾ നല്ല കാണാൻ സൗന്ദര്യമുള്ളവരാണ്, നല്ല ആരോഗ്യമുള്ളവരാണ്. ആരോഗ്യ ദൃഢഗാത്രരായ 11 ആളുകൾ ഒന്നിച്ചതാ ഒരു കവാടത്തിലൂടെ അങ്ങ് കൂട്ടമായി കയറുമ്പോൾ, ആ കവാടത്തിന്റെ ചാരത്ത് നിന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കുമല്ലോ, ഏതാണ് ഈ 11 മക്കള്, എന്താണ് അവരുടെ ആരോഗ്യം, ഈ 11 മക്കളും ഒരു ബാപ്പാന്റെ കുട്ടികളാണോ എന്ന് ആരെങ്കിലും കവാടത്തിൽ നിന്ന് ചോദിച്ചാൽ, അങ്ങനെ നിങ്ങളെ അവർ കണ്ണേറ് നടത്തിയാൽ ഖശിയ അലൈഹിമുൽ ഐന, ആ 11 മക്കൾക്ക് കണ്ണേറ് ബാധിക്കുന്നത് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭയക്കുകയാണ്. അതുകൊണ്ട് ഫാമറഹും അല്ലാ യദ്ഖുലൂ മിസ്റ മിൻ ബാബിൻ വാഹിദ്, നിങ്ങൾ ഒരേ കവാടത്തിലൂടെ കയറാൻ പാടില്ല. മഹാനായ സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ കുട്ടിക്കാലത്ത് ഇക്കാക്കമാർ ധാരാളം ശല്യം ചെയ്തു, പല വിധത്തിലും മഹാനവറുകളെ പ്രയാസപ്പെടുത്തി. ഏതുവരെ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇക്കാക്കമാര് പ്രവാചകന്മാരായിരുന്നോ എന്ന ഒരു ചർച്ച ഖുർആൻ വ്യാഖ്യാതാക്കൾ നടത്തിയിട്ടുണ്ട്. അവര് പ്രവാചകന്മാരായിരുന്നോ എന്നൊരു ചർച്ച. ആ ചർച്ചയെല്ലാം ചെയ്തിട്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ ഇക്കാക്കമാര് പ്രവാചകന്മാരായിരുന്നോ എന്ന് ചർച്ച ചെയ്യുന്നതിനു മുമ്പ് അവര് മനുഷ്യന്മാരായിരുന്നു എന്ന് ചർച്ച ചെയ്യുന്നതാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രയാസങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനു നേരെ ആ ഇക്കാക്കന്മാര് നടത്തിയിട്ടുണ്ട്. അവസാനം കൊണ്ടുപോയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. ആ കിണറ്റിൽ നിന്ന് യാത്രക്കാരുടെ തൊട്ടിയിൽ അള്ളിപ്പിടിച്ച് സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മിസ്റിലെ ചന്തയിലെത്തി. ആ ചന്തയിൽ നിന്ന് മിസ്റിലെ കൊട്ടാരത്തിൽ ഭൃത്യനായി, അസീസിന്റെയും സലീഹയുടെയും ഭൃത്യനായി
മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. കൊട്ടാരത്തിൽ നിന്നു പിന്നീട് ആ കൊട്ടാരത്തിലെ ജയിലിൽ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അകപ്പെടുന്നു. ആ ജയിലറയിൽ നിന്ന് പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തേക്ക് വന്നു. അവസാനം മഹാനവറുകൾ മിസ്റിന്റെ അധികാരിയായി ആ കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ മിസ്ർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ ഇക്കാക്കമാര് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി വരുന്നത്. കയറി വന്നപ്പോൾ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതെന്നെ ശല്യം ചെയ്ത് എന്നെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ് എന്റെ കഥ കഴിഞ്ഞു എന്ന് തീരുമാനിച്ചു പോയ എന്റെ ഇക്കാക്കമാരാണെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം. അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാര്യം മനസ്സിലായി, ഇതെന്റെ ഇക്കാക്കമാരാണ്. അങ്ങനെ അവരെ തിരിച്ചയക്കുകയാണ്. അവർക്ക് വേണ്ട റേഷൻ കൊടുത്ത് തിരിച്ചയക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നു, നിങ്ങൾ ഇനി വരുന്ന സമയത്ത് നിങ്ങളുടെ സഹോദരൻ ബിനിയാമിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഉടനെ തന്നെ ആ ഇക്കാക്കമാരെല്ലാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവേ, മിസ്റിലെ ഭരണാധികാരി രാജാവ് ഇനി നമുക്ക് റേഷൻ കിട്ടണമെങ്കിൽ ബിനിയാമിനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മക്കളെ, എന്റെ ഒരു കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി എന്താണ് കാട്ടിക്കൂട്ടിയത്? യൂസുഫ് എന്ന ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു മകനുണ്ടായിരുന്നു, ആ മകനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്തു ചെയ്തു? ഇപ്പൊ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ ഈ പൊന്നുമോൻ ബിനിയാമിനെയും കൂടെ വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഉടനെ അവര് പറഞ്ഞു, നമ്മൾ കൊണ്ടുപോയെങ്കിൽ അല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും അരി കിട്ടൂല, നമ്മളെ കുടുംബം പട്ടിണിയിലാകും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ കൈപ്പേറിയ അനുഭവം മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞുവിടാൻ ധൈര്യപ്പെടുന്നില്ല. അവസാനം പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ വിടാം, നിങ്ങൾ ഒരു ഉറപ്പു തന്നാൽ. അവർ ഉറപ്പു കൊടുത്തു, തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പൊന്നുമോനെ യൂസുഫിനെ ഞങ്ങൾ ഒരു യാത്രയിൽ ഞങ്ങളിൽ നിന്ന് അറിയാതെ ചെന്നായ കടിച്ചു പോയതാണ് എന്നൊക്കെയാണല്ലോ അവർ പറഞ്ഞൊപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് അബദ്ധവശാൽ അങ്ങനെ സംഭവിച്ചു പോയി. എന്നാൽ ഈ ബിനിയാമിന്റെ കാര്യത്തിൽ അങ്ങനെ യാതൊന്നും സംഭവിക്കുകയില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ബിനിയാമീനെ ശ്രദ്ധിച്ചുകൊള്ളാം, സൂക്ഷിച്ചുകൊള്ളാം. എന്നിട്ടവര് പറഞ്ഞു, ഖാലല്ലാഹു അലാ മാ നഖൂലു വകീൽ. ഞങ്ങൾ ഈ പറയുന്നത് റബ്ബിനെ ഞങ്ങൾ മുൻനിർത്തി പറയുകയാണ്. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഒരിക്കലും തന്നെ ബിനിയാമീനെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ അശ്രദ്ധ കാരണത്താൽ ബിനിയാമീന് ഒരു അപകടവും സംഭവിക്കുകയില്ല. പ്രിയപ്പെട്ട പിതാവേ, നമ്മളോട് മിസ്റിന്റെ അധികാരിയാണ് പറഞ്ഞത് ബിനിയാമീനെ കൊണ്ടുവരാൻ. ആ ബിനിയാമീനെ കൊണ്ടുപോയെങ്കിലേ നമുക്കിനി ഭക്ഷണം കിട്ടുകയുള്ളൂ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിതാ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, തീർച്ചയായിട്ടും ബിനിയാമീനെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളാം. ആ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ താൻ ഇത്രയും കാലം നല്ല രൂപത്തിൽ സ്നേഹിച്ചു വളർത്തിയ ബിനിയാമീൻ അലൈഹിസ്സലാമിനെ തന്റെ മക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ രാജാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പട്ടിണിയാകാൻ പറ്റില്ലല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഭക്ഷ്യവസ്തുക്കൾ വേണമല്ലോ. ബിനിയാമീനെ കൊണ്ടുപോയാലേ കിട്ടുമെങ്കിൽ നിങ്ങളെ ഞാനിതാ ഏൽപ്പിക്കുകയാണ്.
അല്ലാഹു അലാ മാ നഖൂലു വകീൽ. അതാ പിതാവിന്റെ കയ്യിൽ നിന്ന് ബിനിയാമീനെ ഏറ്റുവാങ്ങിയിട്ട് അവിടുത്തെ ഇക്കാക്കമാര് പോകുമ്പോൾ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഉപദേശമാണ്. തന്റെ മക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, വഖാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, മക്കളോട് പറയുകയാണ്, യാ ബനിയ, എന്റെ മക്കളെ, നിങ്ങൾ 11 പേര് ഒന്നിച്ച് മിസ്റിലേക്ക്, ആ പട്ടണത്തിലേക്ക് കയറുമ്പോൾ, മിസ്റിലെ കൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, നിങ്ങളെല്ലാവരും ഒന്നിച്ചു ഒരേ കവാടത്തിലൂടെ കയറരുതേ. അക്കാലത്ത് മിസ്റിലേക്ക് കയറാൻ 4 കവാടങ്ങളുണ്ട്. ഇമാം റാസി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 കവാടങ്ങളുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു തന്റെ മക്കളോട്, യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു ഒരേ കവാടത്തിലൂടെ കയറാൻ പാടില്ല. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ, നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കയറണം. നിങ്ങൾ 11 പേര് ആരോഗ്യ ദൃഢഗാത്രരായ എൻ്റെ ഈ പൊന്നും മക്കള് എല്ലാരും കൂടെ ഒന്നിച്ച് ഒരു കവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് കയറരുത്. നിങ്ങൾ 4 കവാടങ്ങളുണ്ട്. ആ 4 കവാടങ്ങളിലൂടെയായിട്ട് കയറണം. കുറഞ്ഞ ആളുകൾ ഒരു കവാടത്തിൽ, ബാക്കി വരുന്നവർ 2-ാം കവാടത്തിൽ, ബാക്കിയുള്ളവർ 3-ാം കവാടത്തിൽ, അങ്ങനെ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കയറണമെന്ന് പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെ ഉപദേശിക്കുകയാണ്. ബിനിയാമീനെയുമായി പോകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പല കവാടങ്ങളിലൂടെ കയറാൻ വേണ്ടി പറഞ്ഞത്? എന്തിനാണ് അവരെ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കയറാൻ വേണ്ടി യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ അവരെ നിർദ്ദേശിച്ചിട്ടുള്ളത്? മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്, ലമ്മാ അസമു അലൽ ഖുറൂജി ഖശിയ അലൈഹിമുൽ അഈന. പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിനിയാമീനെ അവരുടെ കൂടെ പറഞ്ഞു വിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തന്റെ 11 മക്കളെയും അതാ മിസ്റിലെ അധികാരിയുടെ കൊട്ടാരത്തിലേക്ക്, രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ 11 മക്കൾ നല്ല കാണാൻ സൗന്ദര്യമുള്ളവരാണ്, നല്ല ആരോഗ്യമുള്ളവരാണ്. ആരോഗ്യ ദൃഢഗാത്രരായ 11 ആളുകൾ ഒന്നിച്ചതാ ഒരു കവാടത്തിലൂടെ അങ്ങ് കൂട്ടമായി കയറുമ്പോൾ ആ കവാടത്തിന്റെ ചാരത്ത് നിന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കുമല്ലോ, ഏതാണ് ഈ 11 മക്കള്? എന്താണ് അവരുടെ ആരോഗ്യം? ഈ 11 മക്കളും ഒരു ബാപ്പാന്റെ കുട്ടികളാണോ എന്ന് ആരെങ്കിലും കവാടത്തിൽ നിന്ന് ചോദിച്ചാൽ, അങ്ങനെ നിങ്ങളെ അവർ കണ്ണേർ നടത്തിയാൽ ഖശിയ അലൈഹിമുൽ അഈന, ആ 11 മക്കൾക്ക് കണ്ണേറ് ബാധിക്കുന്നത് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭയക്കുകയാണ്. അതുകൊണ്ട് ഫാമറഹും അല്ലാ യദ്ഖുലൂ മിസ്റ മിൻ ബാബിൻ വാഹിദ്, നിങ്ങൾ ഒരേ കവാടത്തിലൂടെ കയറാൻ പാടില്ല. ഒരേ കവാടത്തിലൂടെ, ഒറ്റ കവാടത്തിലൂടെ എല്ലാവരും ഒന്നിച്ച് കയറുമ്പോൾ അവരെ ഒരുപക്ഷെ കണ്ണേറ് ബാധിച്ചെങ്കിലോ? സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും ചിന്തിക്കും, നല്ല ആരോഗ്യമുള്ള 11 മക്കൾ ഒന്നിച്ച്, കാണാൻ നല്ല സൗന്ദര്യമുള്ള 11 മക്കൾ ഒന്നിച്ചങ്ങോട്ട് കയറുമ്പോൾ ചിലപ്പോൾ ആ കവാടത്തിൻ്റെ അടുത്തുനിന്ന്
ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ പോരെ. ഇതേതാണ് ഈ മക്കള്, എന്താണ് ഇവരെ കാണാൻ, എന്തൊരാരോഗ്യാണ്, ഈ 11 മക്കളും ഒരു ബാപ്പാക്ക് ഉണ്ടായതാണോ? ഇങ്ങനൊക്കെ ഒരാളെങ്ങോട്ട് പറഞ്ഞാൽ അത് നിങ്ങളെ കണ്ണേറായി ബാധിക്കും. അതുകൊണ്ട് മക്കളോട് പറയുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്താണിത്, സൂറത്ത് യൂസുഫിന്റെ 67-ാം ആയത്ത്. നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കയറണം. ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫരിഖാ. വ്യത്യസ്തങ്ങളായ കവാടങ്ങളിലൂടെ കയറണം കേട്ടോ. وإنما خاف عليهم العين لكونهم 11 رجلا لرجل واحد وكانوا أهل جمال وكمال وبسطاء. കാരണം അവരെല്ലാവരും നല്ല അഴകുള്ളവരാണ്, നല്ല പരിപൂർണരാണ്, ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയുള്ളവരാണ്, വലിയ സമ്പന്നന്മാരാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ അഭിപ്രായമാണിത്, അവിടുത്തെ വ്യാഖ്യാനമാണിത്. അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, എൻ്റെ കുട്ടികളെ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫരിഖാ. നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കയറണം, ഒരേ കവാടത്തിലൂടെ കയറരുത്. ഇതിൽ നിന്നൊരു കാര്യം ബോധ്യമാകുന്നുണ്ട്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തി, ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി, കണ്ണേറ് സംഭവിക്കുന്നത് അല്പമൊക്കെ നമ്മളും ശ്രദ്ധിക്കണം. ഇത്തരം സംഗതികളിലൊക്കെ നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് കിട്ടിയ നിയമത്ത്, അനുഗ്രഹങ്ങള് അത് പ്രകടമാക്കുന്ന വിഷയത്തിൽ കണ്ണേറ് ബാധിക്കുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം. നമ്മൾ അശ്രദ്ധയിൽ ഇത്തരം സംഗതികളൊക്കെ ചെയ്തിട്ട് പിന്നെ കണ്ണേറ് പറ്റിയിട്ട് അതിൽ ആരോ കണ്ണേറ് വെച്ചതാണ്, അങ്ങനെ ഇങ്ങനെ, അത് അപ്പുറത്തെ താത്ത പറഞ്ഞതാണ്, അല്ലെങ്കിൽ അങ്ങേപ്പുറത്തെ ഹാജിയാര് പറഞ്ഞതാണ്, ഇക്കാക്ക പറഞ്ഞതാണ്, ഇത് പറഞ്ഞു നടക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടടത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഉപ്പ പറയുന്നത്, മക്കളോട് പറയുന്നത്, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫരിഖാ. എന്നിട്ട് പറഞ്ഞു, വമാ അഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈഅ. പടച്ച റബ്ബിന്റെ ഖളാ എന്താണ്, അതെനിക്ക് തട്ടാനൊന്നും കഴിയില്ല. അല്ലാഹുവിന്റെ ഖളാ നിങ്ങൾക്ക് ഐനു ബാധിക്കണമെന്നാണെങ്കിൽ അത് നടന്നേ മതിയാകൂ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം. എന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അലൈഹി തവക്കൽതു അലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. അല്ലാഹുവിൽ ബരമേൽപ്പിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം ഇവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ണേറ് ബാധിക്കാതിരിക്കാൻ മക്കളെ ഒരേ വഴിയിലൂടെ പറഞ്ഞയച്ചില്ല. ഇനി റബ്ബേ നിന്നിൽ ഇതാ വരമേൽപ്പിക്കുകയാണ്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി അലൈഹി തവക്കൽതു വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. അല്ലാഹുവേ, നീയാണ് എല്ലാം തീരുമാനിക്കുന്നത്, നീയാണ് എല്ലാത്തിന്റെയും തീരുമാനം. ഞാനിതാ നിന്നെ വരമേൽപ്പിക്കുകയാണ്, നിന്നിൽ സർവ്വതും ഏൽപ്പിക്കുകയാണ്. ഈ ആയത്തിൽ നിന്ന് തന്നെ ബോധ്യമായി, കണ്ണേറുണ്ട്, കണ്ണേറു ബാധിക്കും. പക്ഷേ കണ്ടതും തൊട്ടതും കേട്ടതും എല്ലാം കണ്ണേറാണ്. അങ്ങനെയും ആവരുത്. എന്ത് അസുഖം വന്നാലും എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ കണ്ണേറാണ്, അങ്ങനെയില്ല. നാം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണേർ മനുഷ്യനെ ബാധിക്കും, എല്ലാം കണ്ണേറാകണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നൽ ഐന ലതുദ്ഖിലുർ റജുലൽ ഖബ്റ والجمل القدرا سيدنا محمد رسول الله إن العين
തീർച്ചയായും കണ്ണേറിനില തുദ്ഖിലുർ റജുല അൽ ഖബറ, ഒരാളെ ഖബറിലേക്ക് എത്തിക്കാൻ കണ്ണേറിന് കഴിയും. വൽ ജമല അൽ ഖിദ്റ, ഒട്ടകത്തെ ചട്ടിയിലാക്കാനും കണ്ണേറിന് കഴിയും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ ഖബറിലേക്ക് എത്തിക്കാൻ കണ്ണേറിന് കഴിയും. ഒരൊട്ടകത്തെ ചട്ടിയിലാക്കാൻ എന്ന് പറഞ്ഞാൽ ആ ഒട്ടകത്തിന്റെ ജീവൻ നശിച്ച് വേണമെങ്കിൽ അതിനെ പാകം ചെയ്തെടുക്കാനുള്ള ഒരു നിയോഗമായിരിക്കാം കണ്ണേറിലൂടെ ഒരു ഒട്ടകത്തിന് കിട്ടുന്നത്. ഇത്ര വലിയ ദുരന്തമാണ് കണ്ണേർ. മനുഷ്യനെ, നല്ല ആരോഗ്യത്തോടെ നടക്കുന്ന മനുഷ്യനെ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയാകും, അയാൾ മരണത്തിനു വരെ ഇത് ഹേതുവാകുമെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ.